ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ഭഗത് സിംഗ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷുകാർക്കെതിരെ ചിറ്റഗോംഗിൽ സായുധ വിപ്ലവം സംഘടിപ്പിച്ച നേതാവ് ആരാണ്? ഉത്തരം സൂര്യ സെൻ. മുംബൈ നാവിക കലാപം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1946. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശിപ്പായി ലഹള. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1857. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കെ കേളപ്പൻ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനാൽ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഗാന്ധിജി ദർശനം നടത്തുകയുണ്ടായി. ഏതാണ് ആ ക്ഷേത്രം? ഉത്തരം മധുര മീനാക്ഷി ക്ഷേത്രം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഉത്തരം ലാഹോർ സമ്മേളനം. മഹാത്മാഗാന്ധി കുറച്ചു കാലം ബാരിസ്റ്റർ ആയി ജോലി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം? ഉത്തരം 1948. ഇന്ത്യ സ്വതന്ത്രമായത് എന്നായിരുന്നു? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ദത്തവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട രാജാവ്? ഉത്തരം പഴശ്ശിരാജ. ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ്? ഉത്തരം ജനറൽ ഡയർ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായിക ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ച വർഷം? ഉത്തരം 1837. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം മീററ്റ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1942. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉത്തരം ബംഗാൾ ഗസറ്റ്. കാശ്മീരിലെ ഉരുക്കു വനിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം ഉൽപ്പാല രാജ്ഞി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ അടിത്തറയിട്ടത് ആരാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1930 പ്രാധാന്യം എന്താണ്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 1857 ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഝാൻസി റാണി. ഗാന്ധിജി ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഗുജറാത്ത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ജനയിതാവ്? ഉത്തരം വിനോബ ഭാവെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ടിപ്പു സുൽത്താൻ ഏതു ദേശത്തെ ഭരണാധികാരിയായിരുന്നു? ഉത്തരം മൈസൂർ.
ബംഗാൾ വിഭജനം നടന്ന വർഷം. ഉത്തരം 1905. ഒടുവിലായി ഇന്ത്യ വിട്ടൊഴിഞ്ഞു പോയ വിദേശീയർ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ സതീ സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആൾ? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം? ഉത്തരം 1885. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സരോജിനി നായിഡു. ദേശീയ ഗാനത്തിന്റെ രചയിതാവ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്? ഉത്തരം WC ബാനർജി. INA സ്ഥാപകൻ? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഉത്തരം കൽക്കത്ത സർവകലാശാല. കൽക്കത്ത സർവകലാശാല സ്ഥാപിതമായ വർഷം? ഉത്തരം 1857. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1893. സ്വാതന്ത്ര്യ സമരകാലത്ത് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ. ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രഥമ സത്യാഗ്രഹി ആരായിരുന്നു? ഉത്തരം വിനോബ ഭാവെ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഗാന്ധിജി നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഉത്തരം ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജി രവീന്ദ്രനാഥ ടാഗോറിന് ഏത് പേരാണ് സമ്മാനിച്ചത്? ഉത്തരം ഗുരുദേവ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് പുസ്തകത്തിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം ഗീതാഞ്ജലി. CR ദാസ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ദേശബന്ധു. ഗാന്ധി ജയന്തി എന്നാണ്? ഉത്തരം ഒക്ടോബർ 2. ഗാന്ധിജി ജനിച്ചത് എന്നായിരുന്നു? ഉത്തരം 1869 ഒക്ടോബർ 2. നേതാജി എന്നറിയപ്പെട്ടിരുന്ന മഹാൻ? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് INA സ്ഥാപിച്ച വർഷം? ഉത്തരം 1943. INA പൂർണ്ണരൂപം? ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി. ഗാന്ധി ഇർവിൻ സന്ധി ഏത് വർഷമാണ് നടന്നത്? ഉത്തരം 1931. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം? ഉത്തരം 1928. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വർഷം? ഉത്തരം 1861. രാജ്ഘട്ട് ഏത് ദേശീയ നേതാവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം മഹാത്മാഗാന്ധി. രാമകൃഷ്ണ പരമഹംസയുടെ ശിഷ്യനായിരുന്ന പ്രശസ്ത വ്യക്തി? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവ് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ്? ഉത്തരം ആനി ബസൻ. വാസ്കോഡ ഗാമ കോഴിക്കോടെത്തിയ വർഷം? ഉത്തരം 1498. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ മഹാൻ? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം?
ഉത്തരം 1980 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പൗരാവകാശങ്ങളുടെ എണ്ണം. ഉത്തരം 6. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സാരേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഉത്തരം BR അംബേദ്കർ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം രാജേന്ദ്ര പ്രസാദ്. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നായിരുന്നു? ഉത്തരം 1948 ജനുവരി 30. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം. ഉത്തരം ശാന്തിവനം. ജഗ്ജീവൻ റാമിന്റെ സമാധി സ്ഥലം. ഉത്തരം സമദാസ്ഥാൻ. കൃഷ്ണകാന്തിന്റെ സമാധി സ്ഥലം. ഉത്തരം നിഗംബോധ് ഘട്ട്. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം K കേളപ്പൻ. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആദ്യത്തെ ഇന്ത്യൻ അംഗവുമായ മഹാൻ. ഉത്തരം ദാദാഭായ് നവറോജി. രണ്ടാം ലോക യുദ്ധം നടന്ന കാലത്ത് ജർമ്മനി, ജപ്പാൻ എന്നിവിടങ്ങളിൽ പോവുകയും ജപ്പാനിൽ വെച്ച് വിമാന അപകടത്തിൽ മരിക്കുകയും ചെയ്തു. ആരാണ് ഈ മഹാൻ? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം. ഉത്തരം 1924. മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ഉത്തരം തന്റെ തൂക്കു കടികാരത്തെ. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളെക്കുറിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഗ്രാമം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ പ്രശസ്തമായ കവിത. ഉത്തരം എന്റെ ഗുരുനാഥൻ. ശിപ്പായി ലഹള തുടങ്ങി വെച്ചത് ആരായിരുന്നു? ഉത്തരം മംഗൽ പാണ്ഡെ. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? ഉത്തരം വാർത്താ പദ്ധതി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ. ഉത്തരം മഹാത്മാഗാന്ധി. ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് അത് എന്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ഭഗവത്ഗീത. ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധി എന്ന പേരിൽ പുറത്തിറക്കിയ സിനിമയിൽ ഗാന്ധിയായി വേഷമണിഞ്ഞ നടൻ. ഉത്തരം ബെൻ കിങ്സ്ലി. ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരെഴുതിയ ഗ്രന്ഥമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഗാന്ധിജി ഇത് പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം ദണ്ഡി യാത്ര തുടങ്ങും മുൻപ്. മിന്റോ മോർലി ഭരണ പരിഷ്കാരത്തിന്റെ അടിസ്ഥാന നയം എന്താണ്? ഉത്തരം ഭിന്നിപ്പിച്ച് ഭരിക്കുക. ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. ഗാന്ധിജിയെ സ്വാധീനിച്ച ഗ്രന്ഥമായ അൺടു ദി ലാസ്റ്റിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ജോൺ റസ്കിൻ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. മറാത്തി ഭാഷയിൽ കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഏത് യുദ്ധത്തിന്റെ ഫലമായാണ് മലബാർ മുഴുവനും ബ്രിട്ടീഷ് അധീനതയിലായത്? ഉത്തരം മൂന്നാം മൈസൂർ യുദ്ധം. എവിടെ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപവൽകൃതമായത്? ഉത്തരം ധാക്ക. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ? ഉത്തരം മഹാത്മാഗാന്ധി.
സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച ഭരണാധികാരി? ഉത്തരം ഹൈദരാബാദ് നൈസാം. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം കോൺവാലിയസ്. 1887 ഒളിപ്പോർ സമ്പ്രദായങ്ങളിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട ധീര നേതാവ് ആരാണ്? ഉത്തരം താന്തിയ തോപ്പി. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വില്യം ബെന്റിക്. ആനി ബസന്റ് സ്ഥാപിച്ച സംഘടന ഏതാണ്? ഉത്തരം ബ്രഹ്മ വിദ്യാ സംഘം. ഇന്ത്യ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തത് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം മൂലമായിരുന്നു. ഏത് വർഷമായിരുന്നു ആ വിളംബരം? ഉത്തരം 1858. ബംഗാൾ വിഭജനം പിൻവലിച്ച വർഷം? ഉത്തരം 1911. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടന? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. സേവാഗ്രാം ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. ഗാന്ധി ഇർവിൻ സന്ധി ഏത് വർഷമായിരുന്നു? ഉത്തരം 1931. 1931 സിവിൽ ആജ്ഞ ലംഘന പ്രക്ഷോഭണം പിൻവലിക്കപ്പെട്ടത് ഏത് സന്ധി അനുസരിച്ചായിരുന്നു? ഉത്തരം ഗാന്ധി ഇർവിൻ സന്ധി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു പ്രധാന സംഭവ വികാസമായിരുന്നു അത്. ഏതാണ് ആ സംഭവം? ഉത്തരം മാപ്പിള ലഹള. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിസ്ഥാനമിട്ടത് എവിടെയാണ്? ഉത്തരം ബംഗാളിൽ. ആരാണ് മഹാത്മാഗാന്ധിയെ 1948 ജനുവരി 30 വെടിവെച്ചു കൊന്നത്? ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. മഹാത്മജി നവജീവൻ എന്ന വാരിക പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഉത്തരം ഗുജറാത്തി. 1929 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ജന്മസ്ഥലം? ഉത്തരം ഗുജറാത്തിലെ കത്തിയവാറിൽ പോർബന്ദർ എന്ന സ്ഥലത്ത്. ലണ്ടനിൽ വെച്ച് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് 3 സമ്മേളനങ്ങൾ നടന്നു. ഏത് പേരിലാണ് അവ അറിയപ്പെടുന്നത്? ഉത്തരം വട്ടമേശ സമ്മേളനങ്ങൾ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? ഉത്തരം 1930. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? ഉത്തരം 1931. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? ഉത്തരം 1932. ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയ വർഷം? ഉത്തരം 1919. ബ്രിട്ടീഷ് ഗവൺമെന്റിന് വിചാരണ കൂടാതെ ജനങ്ങളെ തടവിലാക്കുന്നതിനുള്ള അധികാരം കിട്ടിയത് ഏത് ആക്ട് പ്രകാരമായിരുന്നു? ഉത്തരം റൗലറ്റ് ആക്ട്. ലാഹോർ ഗൂഢാലോചന കേസ് കുറ്റം ചുമത്തി ധീരദേശാഭിമാനിയായ ഭഗത് സിംഗിനെ തൂക്കിക്കൊന്ന വർഷം? ഉത്തരം 1928. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം? ഉത്തരം 1946. 1942 ഇന്ത്യൻ നേതാക്കളോട് ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾ നടത്തുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ആരാണ് ഇന്ത്യ സന്ദർശിച്ചത്? ഉത്തരം സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. വിദേശ വസ്ത്ര ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ഉത്തരം സ്വദേശി പ്രസ്ഥാനം. ഏത് വർഷമാണ് സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത്? ഉത്തരം 1905. ഹോം റൂൾ പ്രസ്ഥാനം ഏത് വർഷത്തിലായിരുന്നു? ഉത്തരം 1916. ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം സി രാജഗോപാലാചാരി. കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട വർഷം? ഉത്തരം 1929. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1917. ബീഹാറിൽ 1917 ഗാന്ധിജി തന്റെ സത്യാഗ്രഹ സമരമുറ നീലത്തോട്ടങ്ങളുടെ ഉടമകളായ
യൂറോപ്യന്മാർക്കെതിരെ വിജയകരമായി പരീക്ഷിച്ചു. ഏതായിരുന്നു ആ സമരം? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. 1922 ഉത്തർപ്രദേശിലെ ഒരു പോലീസ് സ്റ്റേഷൻ ജനങ്ങൾ ആക്രമിച്ച് 22 പോലീസുകാരെ വധിച്ചു. ഏതാണ് ആ സംഭവം? ഉത്തരം ചൗരി ചൗര സംഭവം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായിരുന്ന സൈനിക മേധാവി ജനറൽ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം വധിച്ചത് ആരാണ്? ഉത്തരം ഉത്തം സിംഗ്. ബ്രിട്ടീഷുകാരുടെ ഏത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് 1919 ഏപ്രിൽ 19 ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ എത്തിയത്? ഉത്തരം റൗലറ്റ് ആക്ടിനെതിരെ. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വീർ സവർക്കർ. ശിപ്പായി ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. സവർക്കർ അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ച വർഷം? ഉത്തരം 1904. ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യ ഡിബേറ്റ്സ് എഴുതിയത് ആരാണ്? ഉത്തരം രാജേന്ദ്ര പ്രസാദ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെട്ടിരുന്ന മഹാൻ? ഉത്തരം ലാല ലജ്പത് റായ്. ഉയർന്ന സിവിൽ തസ്തികകളിൽ ഇന്ത്യക്കാർക്ക് പ്രവേശനം അനുവദിച്ച പരിഷ്കാരം ഏതാണ്? ഉത്തരം മിന്റോ മോർലി പരിഷ്കാരം. 1857 നടന്ന ആദ്യ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഉത്തരം മംഗൽ പാണ്ഡെ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം? ഉത്തരം 1867. മഹാദേവ ഗോവിന്ദ റാനഡെയും രാമകൃഷ്ണ ഭണ്ഡാർക്കറും ചേർന്ന് മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം പ്രാർത്ഥനാ സമാജം. ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ദയാനന്ദ സരസ്വതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ സ്ഥാനം ഉപേക്ഷിച്ച ഇന്ത്യൻ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു? ഉത്തരം CR ദാസ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഭഗത് സിംഗ്. ഏത് വർഷമാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത്? ഉത്തരം 1875. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം? ഉത്തരം ഡൽഹി. അലിഗഡിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ ഏതാണ്? ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആദ്യം നിശ്ചയിച്ച പേര് എന്തായിരുന്നു? ഉത്തരം ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം? ഉത്തരം 9. 1933 ഹരിജൻ വാരിക ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ജെ സുബ്രഹ്മണ്യ അയ്യർ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ബാബ ആംതെ. ബാല്യകാലത്ത് ഏത് ഇതിഹാസ കഥാപാത്രമാണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? ഉത്തരം രാജ ഹരിശ്ചന്ദ്ര. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന മഹാദേവ് ദേശായി അന്തരിച്ച വർഷം? ഉത്തരം 1942. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം? ഉത്തരം 72. ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ? ഉത്തരം ആത്മചരൺ അഗർവാൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേരാണ് ലണ്ടൻ കമ്പനി. ഈ കമ്പനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ് ആ പേര്?
ഉത്തരം ജോൺ കമ്പനി. ബംഗാൾ ക്ഷാമം ഉണ്ടായ വർഷം. ഉത്തരം 1770. പ്ലാസി യുദ്ധം നടന്ന വർഷം. ഉത്തരം 1757. 1757 പ്ലാസി യുദ്ധം ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് നടന്നത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം. ഉത്തരം 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. കൽക്കട്ട, ബോംബെ, മദ്രാസ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ച വൈസ്രോയി. ഉത്തരം കാനിങ് പ്രഭു. മേയോ പ്രഭുവിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ മേയോ കോളേജ് സ്ഥാപിച്ച സ്ഥലം. ഉത്തരം അജ്മീർ. 1857 സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഗവർണർ ജനറൽ സ്ഥാനത്തിനു പകരം വന്ന സ്ഥാനം ഏതാണ്? ഉത്തരം വൈസ്രോയി. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് വഹാബികൾ നടത്തിയ കലാപം അമർച്ച ചെയ്തത് ആരാണ്? ഉത്തരം എൽജിൻ പ്രഭു ഒന്നാമൻ. 1906 സലീമുള്ള ഖാനും മുഹസിൻ ഉൽ ഹക്കും അഗ ഖാനും ചേർന്ന് ധാക്കയിൽ വെച്ച് രൂപീകരിച്ച പാർട്ടി. ഉത്തരം മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജനം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 1905 ഒക്ടോബർ 16. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം സി രാജഗോപാലാചാരി. ആധുനിക മനു എന്നറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. എത്ര ദിവസമാണ് ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് എടുത്തത്? ഉത്തരം 24. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മുസ്ലിം. ഉത്തരം ബദറുദ്ദീൻ ത്യാബ്ജി. ആന്ധ്ര കേസരി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം ടി പ്രകാശം. മുസ്ലിം ലീഗ് 1906 സ്ഥാപിതമായപ്പോൾ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം അഗ ഖാൻ. ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് അഞ്ചാമനും രാജ്ഞി മേരിയും ഇന്ത്യ സന്ദർശിച്ചത് ഏത് വൈസ്രോയുടെ കാലത്താണ്? ഉത്തരം ഹാർഡിഞ്ച പ്രഭു രണ്ടാമൻ. ഒറീസയിലെ കടുത്ത ക്ഷാമവും ഭൂട്ടാനുമായുള്ള യുദ്ധവും നടന്ന സമയത്തെ വൈസ്രോയി. ഉത്തരം ജോൺ ലോറൻസ്. കോൺവാലിസ് കോഡ് നടപ്പിലാക്കിയ വർഷം. ഉത്തരം 1793. ഇന്ത്യയിൽ ആദ്യമായി എവിടെയാണ് യന്ത്രവൽകൃത തുണിമില്ലുകൾ തുടങ്ങിയത്? ഉത്തരം അഹമ്മദാബാദ്. കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം സർ ജോൺ മാർഷൽ. ബ്രിട്ടീഷുകാരോടുള്ള സൗഹൃദം സൂചിപ്പിക്കാനായി ദോസ്തി ലണ്ടൻ എന്ന നാണയത്തിൽ ആലേഖനം ചെയ്ത നാട്ടുരാജ്യം. ഉത്തരം മേവാർ. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെട്ടത്? ഉത്തരം ദാദാഭായ് നവറോജി. 1922 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ സംഘർഷങ്ങൾ മൂർച്ഛിച്ചതിന്റെ ഫലമായി പിറവിയെടുത്ത പാർട്ടി. ഉത്തരം സ്വരാജ് പാർട്ടി. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 15? ഉത്തരം അരവിന്ദ് ഘോഷ്. രാജാജി, തെക്കു നിന്നുള്ള യോദ്ധാവ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം സി രാജഗോപാലാചാരി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഝാൻസി റെജിമെന്റിനെ സഹായിച്ച വനിത. ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. ജഗ്ജീവൻ റാം അറിയപ്പെട്ടത് ഏത് പേരിലായിരുന്നു? ഉത്തരം ബാബുജി. ബാപ്പുജി എന്ന് അറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം മഹാത്മാഗാന്ധി. തെക്കേ ഇന്ത്യയുടെ ദീപവാഹകൻ എന്നറിയപ്പെട്ടിരുന്ന നേതാവ്. ഉത്തരം എസ് സത്യമൂർത്തി. ഗീതാ രഹസ്യം എന്ന പുസ്തകം രചിച്ച നേതാവ് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം SB ചൗധരി.
കോൺഗ്രസിൽ ചേരരുത് എന്ന് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത മുസ്ലിം നേതാവ് ആരാണ്? ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഏത് യുദ്ധത്തിനിടയിലാണ് ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി ഗാന്ധി ഇന്ത്യൻ ആംബുലൻസ് കോർപ്സിന് രൂപം നൽകിയത്? ഉത്തരം ബൂവർ യുദ്ധം. ഖാദിയെ സ്വാതന്ത്ര്യത്തിന്റെ അംഗവസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യത്തിന്റെ പേര്? ഉത്തരം രാമരാജ്യം. മരണ ദിവസം ഗാന്ധിജിയെ ഏറ്റവും ഒടുവിൽ സന്ദർശിച്ച പ്രമുഖ നേതാവ് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഐ ഫോളോ ദ മഹാത്മാ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ എം മുൻഷി. അയിത്തോച്ചാടനം ലക്ഷ്യമിട്ട് ഗാന്ധിജി അഖിലേന്ത്യാ ഹരിജൻ സമാജം രൂപവൽക്കരിച്ച വർഷം? ഉത്തരം 1932. സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? ഉത്തരം 1938 ഹരിപുര സമ്മേളനം. പൂനെയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം മാറ്റുവാനുണ്ടായ കാരണം? ഉത്തരം പ്ലേഗ് പടർന്നു പിടിച്ചതിനാൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. മോത്തിലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വർഷം? ഉത്തരം 1919 അമൃത്സർ സമ്മേളനം. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ആരായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ വ്യാപാര ഫാക്ടറി എവിടെയായിരുന്നു? ഉത്തരം ഗുജറാത്തിലെ സൂററ്റ്. ബാലവേല നിരോധിക്കുന്നതിന് 1881 റിപ്പൺ പ്രഭു കൊണ്ടുവന്ന നിയമം എന്തായിരുന്നു? ഉത്തരം ഫാക്ടറി നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ചെംസ്ഫോർഡ് പ്രഭു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലിൻലിത്ഗോ പ്രഭു. എൽബർട്ട് ബില്ല് പാസാക്കിയ വൈസ്രോയി? ഉത്തരം റിപ്പൺ പ്രഭു. സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് ആരാണ്? ഉത്തരം അശ്വിനി കുമാർ ദത്ത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം? ഉത്തരം 1930. കറൻസി നോട്ടുകൾ ഇറക്കാനുള്ള അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കിയ ബ്രിട്ടീഷ് നിയമം? ഉത്തരം പേപ്പർ കറൻസി നിയമം. ബ്രിട്ടീഷുകാർ പേപ്പർ കറൻസി നിയമം പാസാക്കിയത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1861. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം പി സി റോയ്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും എക്കണോമിക്സിന്റെയും പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഉത്തരം ദാദാഭായ് നവറോജി. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്? ഉത്തരം ലാല ലജ്പത് റായ്. ഗുരുജി എന്നറിയപ്പെട്ടിരുന്ന നേതാവ് ആരാണ്? ഉത്തരം എം എസ് ഗോൾവാൾക്കർ. 1947 ഓഗസ്റ്റ് 15 അന്തരിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ്? ഉത്തരം സർദാർ അജിത് സിംഗ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം പോണ്ടിച്ചേരി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? ഉത്തരം 1664. പ്രധാനമായും എത്ര മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായി? ഉത്തരം 4. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല കലാപങ്ങളിൽ അവസാനത്തേത് ഏതായിരുന്നു? ഉത്തരം കുറിച്യർ ലഹള. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം ആരംഭിച്ച വർഷം? ഉത്തരം 1602. ടിപ്പു സുൽത്താൻ മരിച്ചു വീണ സ്ഥലം ഏതാണ്?
ഉത്തരം ശ്രീരംഗപട്ടണം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ്? ഉത്തരം ഹർഡിഞ്ച് രണ്ടാമൻ. ലോർഡ് കിച്ചണറുമായി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി? ഉത്തരം കഴ്സൺ പ്രഭു. ഉയർന്ന ഉദ്യോഗങ്ങളിൽ ഇന്ത്യക്കാർ വരാതിരിക്കാൻ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി ബ്രിട്ടീഷുകാർ 21 നിന്ന് എത്ര വയസ്സായിട്ടാണ് കുറച്ചത്? ഉത്തരം 19. വടക്കേ ഇന്ത്യയിൽ ചിന്നിച്ചിതറി പ്രവർത്തിച്ചിരുന്ന തീവ്രവാദികളെയും വിപ്ലവകാരികളെയും ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി കാൺപൂരിൽ 1924 രൂപീകരിച്ച സംഘടന ഏതാണ്? ഉത്തരം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ ജസ്റ്റിസുമാർക്ക് വിചാരണ ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ള ബിൽ ഏതാണ്? ഉത്തരം ഇൽബർട്ട് ബിൽ. ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിച്ച അതിർത്തി രേഖ നിർണയിച്ചത് ആരാണ്? ഉത്തരം സർ മോർട്ടിമർ ഡ്യൂറൻ. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിച്ച് സർ മോർട്ടിമർ ഡ്യൂറന്റെ അതിർത്തി രേഖ നിർണയിച്ച വർഷം? ഉത്തരം 1893. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലിൻലിത്ഗോ പ്രഭു. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് റാണി ലക്ഷ്മിഭായിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സർ ഹ്യൂഗ് റോസ്. അനുശീലൻ സമിതി രൂപീകരിച്ചത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1902. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഏതായിരുന്നു? ഉത്തരം 1946. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വിദേശി? ഉത്തരം ജോർജ് യൂൾ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. സബർമതി ആശ്രമത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഓടി വിളയാടു പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. സുതന്ത്ര പെരുമ എന്ന വിഖ്യാത തമിഴ് കാവ്യത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ബഹിഷ്കൃത ഹിതകാരുണ്യ സഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എങ്ങും ഇരുട്ടാണ്. മഹാത്മാഗാന്ധി അന്തരിച്ചപ്പോഴുള്ള ഒരു മഹാന്റെ വാക്കുകളാണ് ഇത്. ആരാണ് ഈ മഹാൻ? ഉത്തരം ജവഹർലാൽ നെഹ്റു. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ നടത്തിയ നേതാവ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. എവിടെ വെച്ചായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത്? ഉത്തരം മുംബൈ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര്? ഉത്തരം മുൽശങ്കർ. ചക്രവാത സദൃശനായ ഹിന്ദു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച വിവേകാനന്ദന്റെ ശിഷ്യ? ഉത്തരം സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം? ഉത്തരം മാർഗരറ്റ് നോബിൾ. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം? ഉത്തരം 1897. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ബേലൂർ. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം? ഉത്തരം 1828. കൽക്കത്തയിൽ വേദാന്ത കോളേജ് തുടങ്ങിയത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്.
രാജാറാം മോഹൻ റോയ് കൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1825. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം? ഉത്തരം നരേന്ദ്രനാഥ ദത്ത. 1894 രൂപവൽക്കരിച്ച നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി വഹിച്ച പദവി എന്താണ്? ഉത്തരം ഓണററി സെക്രട്ടറി. 1928 ബർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി ആരെയാണ് നിയോഗിച്ചത്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഏതു തരം തോക്ക് ഉപയോഗിച്ചാണ് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചത്? ഉത്തരം ഇറ്റാലിയൻ ബെറീഡ് പിസ്റ്റൽ. ഏതു ദിവസമാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്? ഉത്തരം വെള്ളിയാഴ്ച. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ആരാണ്? ഉത്തരം റോയ്മാൻ റോളൺ. ഗാന്ധി ഘാതകനായ ഗോഡ്സെ ഏതു പത്രത്തിന്റെ എഡിറ്ററായിരുന്നു? ഉത്തരം ഹിന്ദുരാഷ്ട്രം. ഏത് വർഷമായിരുന്നു ഗാന്ധിജിയുടെ കേഡ സത്യാഗ്രഹം? ഉത്തരം 1918. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഉത്തരം 5 തവണ. മഹാത്മാഗാന്ധിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഗാന്ധിജി എവിടെ നിന്നാണ് ബാരിസ്റ്റർ അറ്റ് ലോ ബിരുദം നേടിയത്? ഉത്തരം ഇംഗ്ലണ്ട്. ലണ്ടൻ യാത്രക്കിടെ ഗാന്ധിജി രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹിന്ദു സ്വരാജ്. ഗാന്ധിജി ഏത് വർഷമാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത്? ഉത്തരം 1918. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അരുണ ആസഫ് അലി. മൂന്നാമത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം 1887 ചെന്നൈയിൽ. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ്? ഉത്തരം 1929 ലാഹോർ സമ്മേളനത്തിൽ. 1907 സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഉത്തരം റാഷ് ബിഹാരി ഘോഷ്. സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1889 ബോംബെ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഹക്കിം അജ്മൽ ഖാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആചാര്യ JB കൃപലാനി. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ളതുമല്ല ഒന്നാം സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം CR മജുംദാർ. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ട വർഷം ഏതാണ്? ഉത്തരം 1939. 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഷിക്കാഗോ മത പാർലമെന്റിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത പ്രമുഖ മലയാളി ആരാണ്? ഉത്തരം രാജാ രവിവർമ്മ. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം? ഉത്തരം 1902. സ്വാമി വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷം? ഉത്തരം 1881. കേശബ് ചന്ദ്ര സെൻ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബ്രഹ്മസമാജം. 1805 മുതൽ 1814 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഹസ്രത്ത് മഹൽ. ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ച മഹാൻ? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ദുപ്രകാശ് എന്ന പത്രത്തിൽ ലേഖനം എഴുതിക്കൊണ്ട്
തീവ്രവാദി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം അരവിന്ദ് ഘോഷ്. പഞ്ചാബിലെ നവ്ജവാൻ ഭാരത് സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. യോഗ വിശ്ലേഷണം, സാവിത്രി തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? ഉത്തരം അരവിന്ദ് ഘോഷ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. രാജ്യദ്രോഹ കുറ്റത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ചാണ്? ഉത്തരം അഹമ്മദാബാദിൽ വെച്ച്. നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം സൂററ്റിലെ ബർദോളി. മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ ഹൃദയവും ചിന്തയും പ്രതിനിധീഭവിക്കുന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ഉത്തരം ജോർജ് ആറാമൻ. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വാഴ്ത്തിയത് ഏത് സംഭവത്തെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ദണ്ഡി യാത്രയ്ക്ക് ഗാന്ധിജിയെ എത്ര പേർ അനുഗമിച്ചു? ഉത്തരം 78. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഉത്തരം 1 തവണ. ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ഉത്തരം റസ്കിൻ രചിച്ച അൺടു ദി ലാസ്റ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെന്റിന് കീഴിൽ കൊണ്ടുവന്ന നിയമം ഏതാണ്? ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട്. പയ്യന്നൂരിലും കോഴിക്കോടും ഉപ്പ് നിയമലംഘന സമരം നടന്നത് എപ്പോഴാണ്? ഉത്തരം 1930 ഏപ്രിലിൽ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി? ഉത്തരം KPR ഗോപാലൻ. ഗാന്ധിജിക്ക് നിരീശ്വരത്തിൽ ആഭിമുഖ്യം തോന്നിക്കാനിടയാക്കിയ ഗ്രന്ഥം ഏതാണ്? ഉത്തരം മനുസ്മൃതി. ഏത് വർഷമാണ് ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ചത്? ഉത്തരം 1887. സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് ആരാണ്? ഉത്തരം 1919 മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ സമരങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരുന്നു? ഉത്തരം അഹിംസ. UN ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? ഉത്തരം ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരിൽ ഗാന്ധിജി വാരിക ആരംഭിച്ചത് എന്നായിരുന്നു? ഉത്തരം 1904. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതായിരുന്നു? ഉത്തരം സുബേദാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഗാന്ധിജി രാജിവെച്ചത് എന്നായിരുന്നു? ഉത്തരം 1934 ഒക്ടോബർ 26. ഇന്ത്യക്കാരുടെ സമ്മതം കൂടാതെ ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത് അക്ഷന്തവ്യമായ അപരാധമായി പോയി എന്ന് തറപ്പിച്ചു പറഞ്ഞത് ആരാണ്? ഉത്തരം ക്ലെമൻ അറ്റ്ലി. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് 1 വർഷക്കാലം നിരീക്ഷകനായും വിദ്യാർത്ഥിയായും ഇരിക്കുവാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ആരാണ്? ഉത്തരം ആനി ബെസന്റ്. 2ാം ലോക മഹായുദ്ധത്തിലേക്ക് ഇന്ത്യയെ ബ്രിട്ടൻ വലിച്ചിഴച്ചത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1939. സ്വരാജ് പാർട്ടിയുടെ മുഖപത്രത്തിന്റെ പേരെന്തായിരുന്നു? ഉത്തരം ഫോർവേഡ്. 1932 ജനുവരി 4-ാം തീയതി ഗാന്ധിജിയോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ദി ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ എഡ്വേർഡ്. സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി ആരാണ്? ഉത്തരം വേവൽ പ്രഭു. ആരുടെ അഭിപ്രായ ഭിന്നത മൂലമാണ് നേതാജി ബംഗാൾ കോൺഗ്രസ് പദവി രാജിവെച്ചത്? ഉത്തരം സെൻഗുപ്ത.
ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ തുടർന്ന് ഗാന്ധിജിയെയും മറ്റു കോൺഗ്രസ് നേതാക്കന്മാരെയും ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചത് എന്നായിരുന്നു? ഉത്തരം 1942 ഓഗസ്റ്റ് 9. ക്രേബ്സ് ദൗത്യം പരാജയപ്പെട്ടതറിഞ്ഞ് തന്റെ ക്യാബിനറ്റ് മുറിയിൽ ആനന്ദ നൃത്തം ചെയ്തത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. വീട്ടുതടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട നേതാജി എത്തിച്ചേർന്നത് എവിടെയായിരുന്നു? ഉത്തരം ജർമ്മനി. നീതിന്യായ നടത്തിപ്പിനായി ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1856. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം ബിപിൻ ചന്ദ്ര. പഞ്ചാബ് ഭൂമി കുടിയൊഴിപ്പിക്കൽ നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. വർഗസമത്വത്തിന്റെ ഒരു പട്ടയം എന്ന് ഇന്ത്യക്കാർ ഏത് നിയമത്തെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം ഇൽബർട്ട് ബിൽ. ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. ഏത് വൈസ്രോയിയുടെ കാലത്താണ് സിവിൽ പ്രൊസീജിയർ കോഡ് പുതുക്കപ്പെട്ടത്? ഉത്തരം കഴ്സൺ പ്രഭു. കൽക്കത്ത കോർപ്പറേഷൻ ആക്ട് നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതായിരുന്നു? ഉത്തരം ബ്രഹ്മസമാജം. അരവിന്ദ ഘോഷിന്റെ ജനനം എന്നായിരുന്നു? ഉത്തരം 1872 ഓഗസ്റ്റ് 15. ഇംഗ്ലണ്ടിൽ വെച്ച് അരവിന്ദ ഘോഷിനെ ബറോഡ ഗവൺമെന്റിന്റെ സർവീസിലേക്ക് ക്ഷണിച്ചത് ആരാണ്? ഉത്തരം ബറോഡ രാജാവ് സായാജി റാവു. ഗാന്ധിജി അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ച വർഷം? ഉത്തരം 1932. അധകൃതരെ ഗാന്ധിജി സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് എന്താണ്? ഉത്തരം ഹരിജനങ്ങൾ. ഇന്ത്യ സന്ദർശിക്കുക വഴി ഇന്ത്യക്കാരിൽ കമ്മ്യൂണിസ്റ്റോടുള്ള ആഭിമുഖ്യം വളർത്തിയ ഇംഗ്ലണ്ടിലെ കമ്മ്യൂണിസ്റ്റ് MP ആരായിരുന്നു? ഉത്തരം ഷപായ് സക്ലത്തുല. എന്റെ ജീവിതത്തെ പ്രായോഗിക തലത്തിൽ ദ്രുതഗതിയിൽ മാറ്റിത്തീർത്ത പുസ്തകം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് പുസ്തകത്തെയാണ്? ഉത്തരം അൺടു ദി ലാസ്റ്റ്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് പത്രമാണ്? ഉത്തരം ദി മദ്രാസ് മെയിൽ. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? ഉത്തരം 168 ദിവസം. അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകം ഏതാണ്? ഉത്തരം മദർ ഇന്ത്യ. റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ ആദ്യമായി ദേശവ്യാപകമായി ഹർത്താൽ നടത്തിയത് എന്നായിരുന്നു? ഉത്തരം 1918. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ കോൺഗ്രസിന്റെ ഏക പ്രതിനിധി? ഉത്തരം ഗാന്ധിജി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആരാണ്? ഉത്തരം ആനി ബസന്റ്. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായത് എപ്പോഴാണ്? ഉത്തരം 1920. ഗോഖലെ ഏറ്റവും ആദരവ് പ്രകടിപ്പിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്തതായി ഗാന്ധിജി മനസ്സിലാക്കിയത് ആരെയാണ്? ഉത്തരം റാനഡെ. ഗാന്ധിജിയെ സ്നേഹിതനായി കൊണ്ടു നടന്നതിനാൽ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരൻ? ഉത്തരം മിസ്റ്റർ ബേക്കർ. ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുന്നതിന് മുൻപ് ഗൂഢാലോചന കേസുകളിൽപ്പെട്ട ദേശീയ വിപ്ലവകാരികൾക്ക് വേണ്ടി കോടതികളിൽ സ്ഥിരമായി വാദിച്ചിരുന്ന അഭിഭാഷകൻ ആരായിരുന്നു? ഉത്തരം ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ്. ഗാന്ധിജിയുടെ ആദ്യത്തെ വിദേശയാത്രയിൽ ഇംഗ്ലണ്ടിലേക്കുള്ള കപ്പലിൽ ആരുടെ കൂടെയായിരുന്നു യാത്ര? ഉത്തരം ത്രിംബകറായ് മജൂംദാർ. ഗാന്ധിജിയെ ഇംഗ്ലണ്ടിൽ വെച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ആരെയായിരുന്നു? ഉത്തരം നാരായൺ ഹേമചന്ദ്രയെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച വർഷം? ഉത്തരം 1914. മദ്യമോ മാംസമോ പരസ്ത്രീയോ തൊടില്ലെന്ന പ്രതിജ്ഞാവാചകം ഗാന്ധിജിക്ക് ചൊല്ലിക്കൊടുത്തത് ആരാണ്? ഉത്തരം ബേജർജി സ്വാമി. മുഹമ്മദ് നബിയുടെ മഹത്വം ഗാന്ധിജി ഗ്രഹിച്ചത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്?
ഉത്തരം ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ്. മഹാത്മാഗാന്ധി മുഹമ്മദ് നബിയെക്കുറിച്ച് ഗ്രഹിച്ച ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം കാർലൈൽ. ദക്ഷിണ ഭാരത ഹിന്ദു പ്രചാര സഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. ഗാന്ധിജിയെ നിയമ പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ പ്രേരിപ്പിച്ച കുടുംബ സുഹൃത്ത് ആരായിരുന്നു? ഉത്തരം മാവ്ജി ദവേ. നിയമ കോടതികളിൽ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം സർ ഫിറോസ് ഷാ മേത്തയെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ബോംബെയിലെ ഏതു കോളേജിൽ വെച്ചാണ് നടന്നത്? ഉത്തരം ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയായ ദേശീയ വീക്ഷണമുള്ള മുസ്ലിങ്ങളിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ആധുനിക ഇന്ത്യയിലെ പ്രഥമ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് ഗോഖലെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സർദാർ കെ എം പണിക്കർ. വി ഡി സവർക്കർ രൂപം നൽകിയ വിപ്ലവകാരികളുടെ രഹസ്യ സംഘടനയുടെ പേര്? ഉത്തരം അഭിനവ ഭാരതം. RSSന്റെ സ്ഥാപകൻ? ഉത്തരം ഹെഡ് ഗേവാർ. 1930 അലഹബാദ് മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ സർ മുഹമ്മദ് ഇക്ബാൽ ഏത് സിദ്ധാന്തമാണ് ആദ്യമായി അവതരിപ്പിച്ചത്? ഉത്തരം ദ്വിരാഷ്ട്ര സിദ്ധാന്തം. 1930 അലഹബാദിൽ ചേർന്ന മുസ്ലിം ലീഗ് വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം സർ മുഹമ്മദ് ഇക്ബാൽ. 1890 കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച കൽക്കത്ത സർവകലാശാലയിലെ ആദ്യ വനിതാ ബിരുദധാരി ആരായിരുന്നു? ഉത്തരം കാദംബനി. തത്വബോധനി സഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ദേവേന്ദ്രനാഥ്. ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ലാഹോർ. എല്ലാ മതങ്ങളിലുമുള്ള സത്യത്തെ കണ്ടറിഞ്ഞ സംഘടന ഏതാണ്? ഉത്തരം രാമകൃഷ്ണ മിഷൻ. ഏത് കോളേജ് വളർന്നാണ് അലിഗർ മുസ്ലിം സർവകലാശാലയായി രൂപാന്തരപ്പെട്ടത്? ഉത്തരം മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് ആവശ്യം എന്ന് പ്രഖ്യാപിച്ച മഹാൻ? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ആത്മീയ ഐക്യത്തിലൂടെ ഇന്ത്യയുടെ വൈകാരിക ഐക്യം ഉറപ്പാക്കുവാൻ ശ്രമിച്ച മഹാൻ? ഉത്തരം ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ആര്യ സമാജ നേതാക്കന്മാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ചതിന്റെ ഫലമായി രൂപീകൃതമായ കോളേജ് ഏതാണ്? ഉത്തരം ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ്. റിപ്പൺ പ്രഭുവിന്റെ ഭരണകാലത്തെ ശ്രദ്ധേയമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം സർ ജോൺ സ്ട്രാച്ചി. 1883 ജോധ്പൂർ രാജാവ് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് വധിച്ചത് ഏതു സാമൂഹ്യ പരിഷ്കർത്താവിനെയാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ ഈ ആഹ്വാനം ആരുടേതാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനം? ഉത്തരം ശുദ്ധി പ്രസ്ഥാനം. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റാൽഫ് ഫിച്ച്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ പ്രശസ്തമായ മുദ്രാവാക്യം ഏതാണ്? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇംഗ്ലീഷുകാരനായ ക്യാപ്റ്റൻ കീലിംഗുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച കേരളത്തിലെ രാജാവ് ആരാണ്? ഉത്തരം സാമൂതിരി. INA ഭടന്മാരുടെ വിചാരണ നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച്. ചൗരി ചൗര സംഭവം അരങ്ങേറിയ സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്.
പ്രത്യേക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുരക്ഷാ സമിതി രൂപീകരിച്ചുകൊണ്ട് യൂറോപ്യന്മാർ ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും പ്രതിഷേധ സമരങ്ങൾ നടത്തിയത് ഏത് നിയമത്തിന് എതിരെയായിരുന്നു? ഉത്തരം എൽബർട്ട് ബിൽ. ബ്രഹ്മവിവാഹ നിയമം നിലവിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 1872. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം, ശിശുഹത്യ എന്നിവ തടയുകയും വിധവാ വിവാഹം, മിശ്ര വിവാഹം എന്നിവയ്ക്ക് അനുമതി നൽകുകയും ചെയ്യുന്ന നിയമം ഏതാണ്? ഉത്തരം ബ്രഹ്മവിവാഹ നിയമം. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായിരുന്ന വിചാര വിപ്ലവത്തിന് ആരംഭം കുറിച്ചത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഭരണരംഗത്ത് ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്ന നിയമം ഏതാണ്? ഉത്തരം 1833 ചാർട്ടർ നിയമം. ഗവർണർ ജനറലിന്റെ കൗൺസിൽ വിപുലീകരിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ നിയമം ഏത് പേരിലായിരുന്നു? ഉത്തരം ഇന്ത്യൻ കൗൺസിൽ നിയമം. ആര്യ സമാജ അംഗങ്ങളുടെ വേദപുസ്തകമായി അറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം സത്യാർത്ഥ പ്രകാശം. ധനാധികാര വികേന്ദ്രീകരണത്തിനുള്ള ആദ്യപടിയായിരുന്ന പരിഷ്കരണ വ്യവസ്ഥകൾ നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം മേയോ പ്രഭു. 19-ാം നൂറ്റാണ്ടിൽ അമൃത്സറിൽ സ്ഥാപിതമായ കോളേജിന്റെ പേര് എന്താണ്? ഉത്തരം ഖൽസ കോളേജ്. സ്വാമി വിവേകാനന്ദൻ പ്രസിദ്ധീകരിച്ച ദ്വൈവാരിക ഏതാണ്? ഉത്തരം ഉദ്ബോധന. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. ചന്ദ്രഗിരി രാജാവിൽ നിന്ന് 1639 ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയ്ക്ക് വാങ്ങിയ പ്രദേശം ഏതു പേരിലാണ് പിന്നീട് പ്രസിദ്ധമായത്? ഉത്തരം മദ്രാസ്. ഇംഗ്ലീഷുകാർ 1641 മദ്രാസിൽ നിർമ്മിച്ച കോട്ട ഏതാണ്? ഉത്തരം സെന്റ് ജോർജ് കോട്ട. ഇംഗ്ലീഷുകാർ ഫോർട്ട് വില്യം നിർമ്മിച്ചത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിനെ സ്ത്രീധനമായി നൽകിയ ഇന്ത്യയുടെ പ്രദേശം ഏതാണ്? ഉത്തരം ബോംബെ ദ്വീപ്. 1824 ഒന്നാം ബർമ യുദ്ധത്തിൽ ബർമൻ സൈന്യം ഇംഗ്ലീഷ് സേനയെ പരാജയപ്പെടുത്തിയത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ചിറ്റഗോങ്ങിന് സമീപത്തുള്ള റേമു എന്ന സ്ഥലത്ത് വെച്ച്. മൂന്നാം മറാത്ത യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ പേർഷ്യയെ തോൽപ്പിച്ച് പിടിച്ചെടുത്ത സ്ഥലം ഏതാണ്? ഉത്തരം ബോംബെ ദ്വീപ്. 1775 പൂനെയിലുണ്ടായ പേർഷ്യ തർക്കത്തെ തുടർന്നുണ്ടായ യുദ്ധം ഏതായിരുന്നു? ഉത്തരം ഒന്നാം മറാത്ത യുദ്ധം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി, ജമാഅത്ത് എന്നിവയുടെ സംയുക്ത യോഗം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം അമൃത്സർ. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്സ്. ഖിലാഫത്ത് മാനിഫെസ്റ്റോയും അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഭരണഘടനയും അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം 1920 ഫെബ്രുവരി. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജാൻ മുഹമ്മദ് ചോട്ടാനി. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോഖലെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. നേതാജിയുടെ രാഷ്ട്രീയ ഗുരുവായ CR ദാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായത് എപ്പോഴാണ്? ഉത്തരം 1922. സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം സാൻ ഫ്രാൻസിസ്കോ. ചിക്കാഗോയിലെ ഏത് ഹാളിൽ വെച്ചാണ് ലോകമത സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്? ഉത്തരം ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൊളംബസ് ഹാൾ. തിലകനും ഗോഖലെയും ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1889 ബോംബെ കോൺഗ്രസ് സമ്മേളനം. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് ബാലഗംഗാധര തിലകൻ പറഞ്ഞത് ഏത് സമ്മേളനത്തിലാണ്? ഉത്തരം 1907 സൂററ്റ് സമ്മേളനത്തിൽ. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ ഖിലാഫത്ത് കമ്മിറ്റി തീരുമാനിച്ച ദിനം എന്നായിരുന്നു? ഉത്തരം 1920 ഓഗസ്റ്റ് 1.
കേരളത്തിലെ ഏത് സ്ഥലത്തെയാണ് പറങ്കികൾ ദയാംബേർ എന്ന് വിളിച്ചത്? ഉത്തരം ഉദയംപേരൂർ. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1916. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ട വൈസ്രോയി ആരാണ്? ഉത്തരം ഇർവിൻ പ്രഭു. ഡച്ച് സേനാ നായകനായ ഡിലനോയി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ട. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കാണാതായത് ഏത് രാജ്യത്ത് വെച്ചുണ്ടായ വിമാന അപകടത്തിലാണ്? ഉത്തരം ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കന്യാകുമാരി കണക്കെടുപ്പ് മേയോ പ്രഭു സംഘടിപ്പിച്ചത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1871. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയമായ മിൻമാൻ സ്കൂൾ എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം കൊൽക്കത്തയിലെ ഭവാനിപ്പൂർ. ഏത് വർഷമാണ് മിൻമാൻ സ്കൂൾ സ്ഥാപിച്ചത്? ഉത്തരം 1800. ഇന്ത്യയിലെ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് മാധ്യമത്തിലായിരിക്കണമെന്ന് ശുപാർശ ചെയ്തത് ആരാണ്? ഉത്തരം ലോർഡ് മെക്കാളെ. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് അന്തരിച്ച ആദ്യ വ്യക്തി? ഉത്തരം ബദറുദ്ദീൻ ത്യാബ്ജി. വാഗൺ ട്രാജഡി നടന്നത് എന്നായിരുന്നു? ഉത്തരം 1921 നവംബർ 20. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പേര് നൽകിയത് ആരാണ്? ഉത്തരം ചന്ദ്രശേഖർ ആസാദ്. 1922 നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനു ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ തിരിച്ചടിക്കുവാൻ കോൺഗ്രസിന് ലഭിച്ച ഒരു സുവർണ അവസരം ഏതായിരുന്നു? ഉത്തരം സൈമൺ കമ്മീഷൻ. എവിടെ വെച്ചായിരുന്നു ചന്ദ്രശേഖരൻ ആസാദ് പോലീസുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ടത്? ഉത്തരം അലഹബാദിലെ ആസാദ് പാർക്ക്. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് സി രാജഗോപാലാചാരി അറസ്റ്റ് വരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം വേദാരണ്യം. ഏത് ഉടമ്പടി പ്രകാരമാണ് ഹരിജനങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം എന്നതിനു പകരം അവർക്ക് വേണ്ടി സംവരണ സീറ്റുകൾ ഏർപ്പെടുത്തിയത്? ഉത്തരം പൂന ഉടമ്പടി. കമ്മ്യൂണൽ അവാർഡിൽ പ്രതിഷേധിച്ച് മരണം വരെ ഉപവസിക്കുവാൻ തീരുമാനിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. 1858 ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എവിടേക്കാണ്? ഉത്തരം റംഗൂൺ. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം റാംസെ മക്ഡൊണാൾഡ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ അനുയായികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം റെഡ് ഷർട്ട് വോളണ്ടിയർമാർ. ഏത് നിർദ്ദേശമാണ് മുസ്ലിങ്ങളുടെ താൽപര്യത്തിന് എതിരാണെന്ന് ജിന്ന പ്രഖ്യാപിച്ചത്? ഉത്തരം സപ്രോ നിർദ്ദേശം. ക്ലെമൻ ആറ്റ്ലി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പേര് എന്താണ്? ഉത്തരം വാർ ക്യാബിനറ്റ്. വാർ ക്യാബിനറ്റ് സമർപ്പിക്കപ്പെട്ട വർഷം? ഉത്തരം 1942 ഫെബ്രുവരി 2. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഉത്തരം 1928 കൽക്കത്ത സമ്മേളനം. 1933 മാർച്ച് 31 കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ശ്രീമതി നെല്ലി സെൻഗുപ്ത. 1940 ആഗസ്റ്റ് പ്രഖ്യാപനത്തിന് എതിരെയുള്ള ഏത് നീക്കത്തെയും എതിർക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയിൽ സിവിൽ മാരേജ് ആക്ട് പാസാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ഉത്തരം നോർത്ത് ബ്രൂക്ക് പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് രൂപീകൃതമായത് എവിടെയായിരുന്നു? ഉത്തരം സിംഗപ്പൂർ. ലോകമഹായുദ്ധത്തിൽ ജപ്പാന്റെ പരാജയശേഷം ആരുടെ സഹായം സ്വീകരിക്കുവാനാണ് നേതാജി തീരുമാനിച്ചത്? ഉത്തരം റഷ്യ. ഉന്നത വിദ്യാഭ്യാസം അഭിവൃദ്ധിപ്പെടുന്നതിനായി കഴ്സൺ പ്രഭു നിയോഗിച്ച വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം സർ തോമസ് റാലി.
സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജനിച്ചത് എവിടെയാണ്? ഉത്തരം ഡൽഹി. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വിഖ്യാതമായ സന്ദേശം ആരുടേതാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം കേരള കൗമുദി. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്തെ ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരു ദിവംഗതനായത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ശിവഗിരി. ഗോകുൽദാസ് മക്കൽജി ഗാന്ധിജിയുടെ ആരായിരുന്നു? ഉത്തരം ഭാര്യപിതാവ്. പുരുഷോത്തം ദാസ് ടണ്ടനെ രാജർഷി എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മഹാദേവ് ദേശായി. 1925 സബർമതി ആശ്രമത്തിലെത്തി ഗാന്ധിജിയുടെ അനുയായിയായ ഇംഗ്ലീഷുകാരി ആരാണ്? ഉത്തരം മീരാബെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം 1886 കൊൽക്കത്തയിൽ. നിങ്ങൾ ഒരു ആൺ തേനീച്ചയാണ്. ലജ്ജാഭാവത്തെ പറ്റി ആരാണ് ഗാന്ധിജിയോട് ഇങ്ങനെ പ്രതികരിച്ചത്? ഉത്തരം ഡോക്ടർ ഓൾഡ് ഫീൽഡ്. ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നതുവരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖവാർത്ത എന്തായിരുന്നു? ഉത്തരം അമ്മയുടെ വിയോഗം. ലങ്കയിലേക്കുള്ള ശ്രീരാമന്റെ ചരിത്രപ്രധാനമായ പദയാത്ര പോലെ ദണ്ഡിയിലേക്കുള്ള ഗാന്ധിജിയുടെ പദയാത്രയും സ്മരണീയമായിരിക്കും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര്? ഉത്തരം കരംചന്ദ് ഗാന്ധി. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധി വധക്കേസിൽ പ്രതികളെ ഏത് വർഷമാണ് തൂക്കിക്കൊന്നത്? ഉത്തരം 1949. ഗാന്ധിജിയെ ഏറ്റവും ഒടുവിൽ ഏത് വർഷത്തെ സമാധാന നൊബേലിനാണ് നാമനിർദ്ദേശം ചെയ്തത്? ഉത്തരം 1948. ഗാന്ധി സിനിമ ഏത് വർഷമാണ് ഓസ്കാർ അവാർഡ് നേടിയത്? ഉത്തരം 1982. ഗാന്ധിജി ആദ്യമായി നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം? ഉത്തരം 1937. ഏത് വർഷമാണ് ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചത്? ഉത്തരം 1906. ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം യമുന. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിന്റെ പഴയ പേര്? ഉത്തരം സുദാമപുരി. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ന്യൂഡൽഹിയിലെ ഏത് മന്ദിരത്തിന് സമീപമാണ്? ഉത്തരം ബിർള ഹൗസ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായപ്പോൾ ഗാന്ധിജി തടവ് അനുഭവിച്ചത് എവിടെയാണ്? ഉത്തരം അഗാഖാൻ കൊട്ടാരം. ഗാന്ധിജി പഠിച്ചിരുന്ന സമൽദാസ് കോളേജ് എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ ഭാവ്നഗർ. 1920 ആദ്യ സന്ദർശനത്തിന് ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ എവിടെയാണ് പ്രസംഗിച്ചത്? ഉത്തരം കോഴിക്കോട്. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം NV കൃഷ്ണവാര്യർ. ഗാന്ധിജി ഇന്ത്യയിൽ എത്ര ദിവസം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്? ഉത്തരം 2089 ദിവസം. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ഏത് പുരാണ കഥാപാത്രത്തിന്റെ സ്ഥലമാണ്? ഉത്തരം കുചേലൻ. ഗാന്ധിജിയുടെ പിതാവിന്റെ ഉദ്യോഗം എന്തായിരുന്നു? ഉത്തരം ദിവാൻ. ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം അടയാർ. ദേവസമാജം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ശിവനാരായൺ അഗ്നിഹോത്രി.
വേദ സമാജ് എന്ന സംഘടനയുടെ നേതാവ് ആരാണ്? ഉത്തരം ശ്രീധരലു നായിഡു. ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ ഇവർ ഏത് ചുരുക്കപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ലാൽ ബാൽ പാൽ. പഴനാർ ആശ്രമത്തിലെ സന്യാസി എന്നത് ആരെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം വിനോബ ഭാവെ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിളിപ്പേരുള്ളത് ആർക്കാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ 6 തവണ യുദ്ധം ചെയ്യുകയും ഒടുവിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത പാണ്ഡ്യ രാജാവ്? ഉത്തരം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏതാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. തമിഴ്നാട്ടിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വീരവിപ്ലവകാരി ആരാണ്? ഉത്തരം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ലോകഹിതവാദി എന്നറിയപ്പെട്ട രാഷ്ട്രീയ നേതാവ്? ഉത്തരം GH ദേശ്മുഖ്. ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായിരുന്ന VP മേനോനും കൂടി എത്ര ദിവസം എടുത്താണ് ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്? ഉത്തരം 40 ദിവസം. ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ പുനഃസംവിധാനം ചെയ്യാനുള്ള കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം 1953. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയായി തീരുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. സൈമൺ കമ്മീഷനെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ പോലീസ് നടത്തിയ ലാത്തി ചാർജിനെ തുടർന്ന് രോഗബാധിതനായി അന്തരിച്ച നേതാവ്? ഉത്തരം ലാല ലജ്പത് റായ്. ദണ്ഡി മാർച്ചിനിടെ സന്നദ്ധ ഭടന്മാർ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ഉത്തരം വിഷ്ണു ദിഗംബർ പലുസ്കർ. ഈ അർദ്ധരാത്രി ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. സ്വാതന്ത്ര്യവേളയിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിൽ ഇപ്രകാരം പ്രസംഗിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ദി ഇന്ത്യൻ സ്ട്രഗിൾ എഴുതിയത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷ് ബ്ലാക്ക് കമ്മീഷണർ ആയിരുന്ന WC റാൻസിനെ വധിച്ച വിപ്ലവകാരികൾ ആരാണ്? ഉത്തരം ചപ്പേക്കർ സഹോദരന്മാർ. ദ്രാവിഡർ കഴകം പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഉത്തരം AV രാമസ്വാമി നായ്ക്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ആരാണ്? ഉത്തരം സച്ചിദാനന്ദ സിൻഹ. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്താണ്? ഉത്തരം ചൗരി ചൗര സംഭവം. ദീർഘ സംവത്സരങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ദീനബന്ധു എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം CF ആൻഡ്രൂസ്. കോൺഗ്രസിന് ബദലായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപം കൊടുത്ത പ്രസ്ഥാനം ഏതാണ്? ഉത്തരം യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുചാടാൻ അരവിന്ദ ഘോഷിനെ പ്രേരിപ്പിച്ചത് ഏത് സംഭവമാണ്? ഉത്തരം 1905 ബംഗാൾ വിഭജനം. സമൂഹ ഉദ്ധാരണത്തിനായി സംഘടിപ്പിക്കപ്പെട്ട സന്യാസിമാരുടെ ഒരു സാഹോദര്യ സമിതി ഏതാണ്? ഉത്തരം രാമകൃഷ്ണ മിഷൻ. ചെറുപ്പകാലത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ തന്റെ ഗുരുവായി സ്വീകരിച്ച യോഗിനി ആരാണ്? ഉത്തരം ഭൈരവി ബ്രാഹ്മണി. അഹമ്മദിയ മൂവ്മെന്റ് ആരംഭിച്ചത് ആരാണ്? ഉത്തരം മിർസ ഗുലാം അഹമ്മദ്. കേരളത്തിൽ ആദ്യമെത്തിയ ഇംഗ്ലീഷുകാരൻ? ഉത്തരം റാൽഫ് ഫീച്ച്. ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായി ഇംപീച്ച് ചെയ്ത ഗവർണർ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്. ചേരി ചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ബെൽഗ്രേഡ്. മയ്യഴി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം IK കുമാരൻ മാസ്റ്റർ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഫെഡറിക് നിക്കോൾസൺ. രാഷ്ട്രപതി ഭവന്റെ ശില്പി? ഉത്തരം എഡ്വിൻ ലുട്യൻസ്.
ബർമ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർപെട്ട വർഷം. ഉത്തരം 1937. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട വർഷം. ഉത്തരം 1950. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റിപ്പൺ പ്രഭു. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ഉത്തരം ശങ്കരാഭരണം. ജനഗണമന ആലപിക്കാനെടുക്കേണ്ട സമയം എത്രയാണ്? ഉത്തരം 52 സെക്കൻഡ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സി കൃഷ്ണൻ നായർ. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപകൻ. ഉത്തരം മദൻ മോഹൻ മാളവ്യ. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ വനിതാ ചെയർമാൻ ആരാണ്? ഉത്തരം സിരിമാവു ബന്ദരനായകെ. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ വർഷം. ഉത്തരം 1940. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം സൂററ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം അക്ബർ. നാട്ടുഭാഷാ പത്ര നിയമം പാസാക്കിയ വൈസ്രോയി? ഉത്തരം ലിട്ടൺ പ്രഭു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അരുണ ആസഫ് അലി. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. സരോജിനി നായിഡുവിനെ ഇന്ത്യയിലെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. 1941 കാർഷിക സമരത്താൽ പ്രസിദ്ധമായ കയ്യൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിൽ? ഉത്തരം പൂനെയിലെ യർവാദ ജയിൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ? ഉത്തരം ഹണ്ടർ കമ്മീഷൻ. ഇംഗ്ലീഷ് ആധിപത്യത്തിന് ഇന്ത്യയിൽ അടിത്തറപാകിയ യുദ്ധം? ഉത്തരം പ്ലാസി യുദ്ധം. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട? ഉത്തരം പള്ളിപ്പുറം കോട്ട. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയെ ആക്രമിച്ച ആദ്യ വിദേശി? ഉത്തരം ഡാരിയസ് വൺ. ഇന്ത്യയിൽ പുരാവസ്തു വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയി? ഉത്തരം കഴ്സൺ പ്രഭു. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. പ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ഉത്തരം 1946. ഗീതയിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ മഹാൻ? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം 1556. ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യയിൽ ആദ്യമായി കന്യാകുമാരി കണക്കെടുപ്പ് നടന്ന വർഷം? ഉത്തരം 1871. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു? ഉത്തരം സർ സി പി രാമസ്വാമി അയ്യർ. ഗാന്ധിജി ദണ്ഡി മാർച്ച് നടത്തുമ്പോൾ അറസ്റ്റ് ചെയ്ത അവസരത്തിൽ സത്യാഗ്രഹികളെ നയിക്കുവാൻ ആരെയാണ് നിർദ്ദേശിച്ചത്? ഉത്തരം അബ്ബാസ് ത്യാബ്ജി. മുഗൾ കൊട്ടാരം സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ? ഉത്തരം വില്യം ഹോക്കിൻസ്. ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ മംഗോളിയൻ രാജാവ്? ഉത്തരം ചെങ്കിസ് ഖാൻ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ആറ്റിങ്ങൽ കലാപം. 1773 കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം മനത്ത് പത്മനാഭൻ. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം? ഉത്തരം 1843. ഇന്ത്യയിലെ ഒടുവിലത്തെ ഫ്രഞ്ച് അധീന പ്രദേശം?
ഉത്തരം മാഹി. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കത്തയിൽ ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വെല്ലസി പ്രഭു. കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോലീസ് സംവിധാനത്തിന് അടിത്തറയിട്ട ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കോൺവാലിസ് പ്രഭു. ഒന്നാം കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഉത്തരം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കോൺവാലിസ് പ്രഭു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? ഉത്തരം മണ്ണടി ക്ഷേത്രം. ഡച്ചുകാർ കേരളത്തിൽ ആരുമായാണ് ആദ്യം വ്യാപാര കരാർ ഉണ്ടാക്കിയത്? ഉത്തരം കോഴിക്കോട് സാമൂതിരി. വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ആരാണ്? ഉത്തരം സരോജിനി നായിഡു. സിവിൽ നിയമലംഘനം ഗാന്ധിജി നിർത്തിവെച്ചപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമാണെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. മനുഷ്യ സ്നേഹം ഭക്തിയെപ്പോലെ തന്നെ പ്രധാനമാണ് എന്ന് പറഞ്ഞ മഹാൻ? ഉത്തരം ഗാന്ധിജി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം? ഉത്തരം പയ്യന്നൂർ. നേതാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ പേര്? ഉത്തരം മുഖർജി കമ്മീഷൻ. പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം? ഉത്തരം 1805. CP രാമസ്വാമി അയ്യരുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട അനന്തപുരി നൂറ്റാണ്ടുകളിലൂടെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം കെ ശിവശങ്കരൻ നായർ. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് മുഹമ്മദ് അലി ജിന്നയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സരോജിനി നായിഡു. ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? ഉത്തരം ഡച്ചുകാർ. ബർമയിലെ മാൾഡോയിലേക്ക് നാട് കടത്തപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശീയർ? ഉത്തരം പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം VK കൃഷ്ണമേനോൻ. 1854-55 ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം? ഉത്തരം ബർദോളി പ്രക്ഷോഭം. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏതാണ്? ഉത്തരം രഘുപതി രാഘവ രാജാറാം. 1922 ഗാന്ധിജിയെ ഫ്രോംഫീൽഡ് എന്ന ജഡ്ജി എത്ര വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത്? ഉത്തരം 6 വർഷം. പപ്പായ ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ച വിദേശീയർ? ഉത്തരം പോർച്ചുഗീസുകാർ. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര്? ഉത്തരം രാമചന്ദ്ര പാണ്ഡുരംഗ്. 1857 വിപ്ലവത്തിന് ശേഷം മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് എങ്ങോട്ടേക്കാണ്? ഉത്തരം റംഗൂണിലേക്ക്. വില്ലേജ് കമ്മ്യൂണിറ്റി സിസ്റ്റം പുനഃസ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഹേസ്റ്റിംഗ്സ് പ്രഭു. സരോജിനി നായിഡുവിനെ ഭാരത കോകിലം എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. സുഭാഷ് ചന്ദ്രബോസിനെ ദേശനായക് എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 1929 ഡിസംബർ 31 രവി നദിക്കരയിൽ ത്രിവർണ പതാക ഉയർത്തിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. രാജ്യത്തിന് പുറത്ത് സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച ആസാദ് ഹിന്ദ് സർക്കാരിലെ ഏക വനിത അംഗം? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. ഏത് വർഷമാണ് ബ്രിട്ടീഷുകാർ ക്യാപ്റ്റൻ ലക്ഷ്മിയെ പിടികൂടി 1 വർഷക്കാലം ജയിലിലടച്ചത്? ഉത്തരം 1945.